ഡിസ്പ്ലേ. ഇങ്ങോട്ടൊന്ന് വാടി, ഇങ്ങോട്ട് കൊണ്ടുവാടി നിന്നെ. ഈ കിടക്കുന്ന ഓടെല്ലാം പേർക്കില്ല, അവിടോട്ട് മാറ്റിയിട. അമ്മേ, എന്തുവായാലും ചേട്ടനോട് പറ, ചേട്ടൻ ചെയ്തോളൂ. എനിക്ക് ജോലിക്ക് പോകാനുള്ളതാ. അപ്പൊ എന്റെ മോന് ജോലി ഇല്ലെന്നോ? ഒരു ജോലിക്കാരി ഇറങ്ങിയിരിക്കുന്ന. എന്തുവാ മുമ്മേ? ഇതിനകത്ത് ഈ പാമ്പ് യാരുന്ന ഒന്നെടുത്ത് കാണിച്ചതാ. എന്തുവാന്ന് എനിക്കറിയത്തില്ല. അമ്മൂമ്മേ, എനിക്ക് അടുക്കളയിൽ 100 കൂട്ടം പണിയുണ്ട്. അതിന്റെ ഇടയ്ക്ക് പാമ്പ് കളിക്കുന്നതാണോ? നോക്കിയേ. അയ്യോ, പാമ്പ് ചത്തല്ലോ. നിനക്കൊന്നും ഗുണം പിടിക്കത്തില്ല. அம்மா, சாரி வந்து 1000 ரூபா, 800 ரூபா போதும். எடுக்கட்டா? നല്ല സാരിയാ. ഓക്കേ, അതാ സാരിയാ. എന്തുവാ? സാരി. ചേട്ടനോട് പറയുന്നു പറഞ്ഞില്ലേ? இல்ல, அம்மா വിളിച്ചാൽ അമ്മ എന്ത് പൈസ തരുന്നത്? ഞാനല്ലേ പൈസ തരുന്നത്. இல்ல, இந்த சாரி பாருங்க. മാസം അവസാനം രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാൻ പെടുന്ന പാട് എനിക്ക് മാത്രമേ അറിയത്തുള്ളൂ. 8000 രൂപ കൊണ്ട് വേണം ഈ വീട് കഴിയാൻ. ചേട്ടൻ ഇനി മേലെ ഇവിടെ വന്നേക്കരുത്. ഞാനല്ലേ പൈസ തരുന്നേ. അമ്മ സാരി ഒന്നും വാങ്ങിക്കണമെന്നൊന്നും ഇല്ല. ഇഷ്ടം പോലെ ഉണ്ടല്ലോ. കഴിഞ്ഞ മാസം അല്ലേ വാങ്ങിച്ചത്. ചേട്ടൻ പോയിക്കാൻ അങ്ങോട്ട്. സാരി ഒന്നും വേണ്ട ഇവിടെ. അതെ, അവള് പറയുന്ന പോലല്ല കാര്യങ്ങള്. ഞാൻ പറയുന്നത് പോലെ അറിയാവളെ എന്ന് കൊണ്ടുവന്ന എന്റെ കൊച്ചിന്റെ ജോലിയും പോയി. നമുക്ക് ജോലിയുള്ളതിന്റെ രമയാ കാണിക്കുന്നത്. ഏത് ഒരു കാര്യം ചെയ്യും, സാരി കൊണ്ടുവന്നു ഇൻസ്റ്റാൾമെന്റ് ആയിട്ടാണെങ്കിലും അവളോട് എങ്ങനെയെങ്കിലും ഒക്കെ ഞാൻ മേടിച്ചു തരാവണേ. അയാൾ കൊണ്ടുപോവാ. ഓട്ടോ. എന്താ കട ഉറക്കാത്തെ? ഇനി കട ഉറക്കൊന്നും തോന്നുന്നില്ല. അതെന്താ? അപ്പൊ നീ ഒന്നും അറിഞ്ഞില്ലേ? 3-4 ദിവസം കൊണ്ട് ഗ്രൂപ്പിനകത്തുണ്ടായിരുന്നല്ലോ. 4-5 ദിവസം കൊണ്ട് ഇത് പൂട്ടോന്നുള്ള തീരുമാനത്തിലൊക്കെ ആയതായിരുന്നു. പിന്നെ മുതലാളി കേൾക്കുമെന്ന് പറഞ്ഞിട്ട് ആരും ഒന്നും മിണ്ടാതിരുന്നത്. ഇനിയെങ്ങാനും തുറന്നാലെന്ന് വെച്ചിട്ടാ ഞാൻ ഇങ്ങോട്ട് വന്നടേ. അല്ല, അപ്പൊ നമ്മൾ എന്തോ ചെയ്യാനേ? ഞാനൊരു കട ജോലി കണ്ടു വെച്ചിട്ടുണ്ട്. എന്തായാലും ഞാൻ അങ്ങോട്ട് പോവാം. എന്തായാലും നമുക്ക് പറ്റിയ സമയം എന്തായാലും. വന്നു കേറിയ പെണ്ണിന്റെ ജാതകദോഷം അല്ല, എന്തോ പറയാനാ? ഓരോന്നോരോന്നിട്ട് പറ കേക്കട്ടെ. എന്റെ ഭർത്താവേ അറ്റാക്ക് വന്നാ മരിച്ചത്. ഓ, ഭർത്താവ് മരിച്ചിട്ട് ഇപ്പൊ എത്ര വർഷമായി? 16 വർഷമായി. ഈ പറഞ്ഞ പെൺകുട്ടിയുടെ കല്യാണം കഴിഞ്ഞിട്ടോ? 2 വർഷം. അടുത്ത് പറയും. പിന്നെ എന്റെ മോന്റെ ജോലി പോയി. മോന്റെ ജോലി പോയിട്ട് ഇപ്പൊ എത്ര വർഷമായി? 7 വർഷം. കല്യാണം കഴിഞ്ഞിട്ടോ? കല്യാണം കഴിഞ്ഞിട്ട് 2 വർഷം. പിന്നെ വീട് ഇപ്പം ജപ്തിയുടെ വക്കത്ത. വീട് ജപ്തിയുടെ വക്കത്ത് ഇരിക്കാൻ തുടങ്ങിയിട്ട് ഇപ്പൊ എത്ര വർഷമായി? അതിപ്പോ 7-8 വർഷം കൊണ്ട് ലോണുണ്ട്. കല്യാണം കഴിഞ്ഞിട്ടോ? ഞാൻ പറഞ്ഞില്ലേ 2 വർഷം ഒന്ന്. അടുത്ത പറ. എന്റെ അമ്മാവിയമ്മയ്ക്ക് വാതരോഗമാ. അമ്മായിയമ്മയ്ക്ക് വാദം തുടങ്ങിയിട്ട് ഇപ്പൊ എത്ര വർഷമായി? 56 വർഷമായി. കല്യാണം കഴിഞ്ഞിട്ടോ? നടക്കണ്ടമണി സ്വാമി, ഒരു മണി വൃത്തിയോട് പറയരുത് കേട്ടല്ലോ പറഞ്ഞത്. 2 വർഷം ഞാൻ പറഞ്ഞില്ലയോ? എന്തോ ചെവി കേൾക്കത്തില്ലയോ? ശരി, ഇപ്പൊ എന്തോ വേണം? എനിക്ക് അവളെ അവിടുന്ന് ഓടിക്കണം. മാർഗമുണ്ട്. ഞാൻ ഒരു മുട്ട അങ്ങോട്ട് തരാം. മുട്ടക്കൂടോത്രോ? ഞാൻ തരുന്ന ഈ മുട്ട നിങ്ങളുടെ വീടിൻ്റെ തെക്കു പടിഞ്ഞാറേ മൂലയിൽ, അതായത് വഴിയുടെ ഒത്ത നടുക്ക് കുഴിച്ചിടണം. ഈ മുട്ടയുടെ മുകളിലൂടെ അവൾ 3 തവണ മറികടന്നാൽ നിങ്ങൾക്ക് ഫലമുണ്ടാവും. അവൾ ഈ വീട് വിട്ടുപോകും എന്നേക്കുമായി.
ആഴത്തിൽ കുഴിയെടുക്കണമെന്നല്ലോ പറഞ്ഞതേ. ഞാൻ എന്തുവായിരുന്നാലും പോയി തൂമ്പ എടുത്തോണ്ട് വരട്ടെ. നാറടി കുഴി ഞാൻ എടുക്കും. പിന്നൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, ഈ മുട്ട ഒരു കാരണവശാലും പൊട്ടാൻ പാടില്ല. പൊട്ടിയാൽ നിങ്ങൾക്ക് ഫലം ഉണ്ടാവില്ല. അമ്മേ അമ്മേ അമ്മ എന്തോ ഈ തൂമ്പയും കൊണ്ട് നിൽക്കുന്നേ? ഒന്നുമല്ല മോളെ, അമ്മലവിടെ ഒരു പഴമൂട് കാച്ചില്, അതൊന്ന് കളച്ചു നോക്കട്ടെ അതിനകത്ത് വല്ലതും ഉണ്ടെന്ന്. അല്ല മോളെന്താ ഇന്ന് നേരത്തെ വന്നേ? ഞാൻ ജോലിക്ക് നിന്നിരുന്ന കട പൂട്ടി, എൻ്റെ ജോലി പോയി. അയ്യോ, അവിടെ ഐശ്വര്യം കൊണ്ട് എന്തായാലും കടയും പൂട്ടി. ദൈവമേ, ചാത്തന്മാർക്ക് പോലും വേണ്ട അയാളെ. ഒന്നും പറയണ്ട. എന്തോ ഒരു കാര്യം ഇതൊക്കെ കാണുകയും കേൾക്കുകയും ചെയ്യുമ്പോ എനിക്ക് അങ്ങ് ചിരി സഹിക്കാൻ വയ്യ. എന്റെ പൊന്നു പറ്റിനി, എനിക്ക് ചിരി കണ്ട് സഹിക്കാനൊക്കത്തില്ല. ഇതിന്മാത്ത് ഇത്ര ചിരിക്കാൻ എന്തു അമ്മേ? എന്റെ ജോലി പോയത് എല്ലാവർക്കും സന്തോഷമാണോ? പറഞ്ഞു കേട്ടോ, എനിക്ക് ജോലി പോയി. എനിക്ക് സത്യം പറയാൻ ഇവക്ക് ജോലിയുള്ളതിന്റെ എന്തോ ഒരു പവറും കമ്മിയായിരുന്നു. ഞാനും കണ്ടതാണ്. എന്റെ ജോലി പോയാലേ ഈ വീട് പട്ടിണിയാവും, അത് മറക്കണ്ട രണ്ടുപേരും. അത് നിന്റെ കയ്യിലിരിപ്പുണ്ടാ നിന്റെ ജോലി പോയത്? അയ്യോ, എന്റെ കയ്യിലിരിപ്പുകൊണ്ടല്ല, ആ മുതലാളിയുടെ ബിസിനസ്സിനുള്ള തകർച്ച എന്തോ കാരണമാ. അതിന് ഞാൻ എന്ത് ചെയ്തു? അതെങ്ങനെയാ? അയാളുടെ ബിസിനസ് മുടിഞ്ഞ നിന്റെ വലതുകാലം അങ്ങോട്ട് വെച്ച് കയറിയപ്പോഴേ അയാൾ മുടിയും. അതുപോലെ നീ വന്ന് കയറിയതോടു കൂടിയേ ഇവിടെ മുടിഞ്ഞു. അതെ, ഒരു കാര്യം മറക്കണ്ട, ഈ വീട്ടിൽ എനിക്ക് മാത്രമേ ജോലിയുള്ളൂ, വേറെ ആർക്കും ഇല്ല. എടി, നിന്റെ കണ്ണുനീര് കാണുന്നതാടി എനിക്ക് സന്തോഷം. മോൻ ചത്താലും വേണ്ടിയല്ല മരുമോടെ ദുഃഖം കാണണം എനിക്ക്. അല്ല മോനെ, പണ്ടുള്ളവര് പഴഞ്ചൊല്ല് പറയത്തില്ലയോ, മോൻ ചത്താലും മരുമോടെ ദുഃഖം കാണാം. അത് ഞാനങ്ങ് പറഞ്ഞെന്നുള്ളത്. എന്തോ എൻ്റെ പ്ലാൻ എന്തോ എടുത്തേ? എൻ്റെ കൂട്ടുകാരുടെ കൂടെ ഒന്ന് പോകണം. നാളെ അവളൊരു ജോലി നോക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിന്റെ കാര്യം എന്തെങ്കിലും കിട്ടുമോ നോക്കണം. കിട്ടത്തില്ല. ഓ, ഇക്കാര്യത്തിൽ എന്തൊരു ഒത്തൊരുമ രണ്ടുപേർക്കും. അതെ, നിങ്ങളുടെയൊക്കെ വിശപ്പ് മാറണമെങ്കിൽ എൻ്റെ കയ്യിൽ വല്ലതും കിട്ടണം, അത് മറക്കണ്ട. ഞങ്ങൾ പട്ടിണി കടന്നാലും വേണ്ടിയല്ല, നിനക്ക് കിട്ടരുത്. എന്തൊരു നല്ല സ്വഭാവം. കഞ്ഞി എടുത്തോണ്ട് പോവാ, വിശക്കുന്നു. ഞങ്ങൾക്ക് രണ്ടുപേർക്കും കൊണ്ടുപോവാ. അമ്മേ, ഞാനേ ഒരു ജോലി നോക്കുന്നതിനോട്. നീ എണീറ്റ് പോടാ പഴുപ്പ, നീ ജോലിക്ക് പോയി. എടീ, വലിയ വീടൊക്കെയാണല്ലോ, അവര് ജോലി വല്ലതും വാങ്ങിച്ചു തരുമോ? എടി, ടെൻഷൻ ആവാണ്ടിരിക്കും. ഞാൻ മാഡത്തിനോട് നമ്മുടെ എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. പുള്ളിക്കാരി എന്തായാലും പുതിയ ബിസിനസ് വന്ന് തുടങ്ങാൻ പോവല്ലേ, നമുക്ക് എന്തായാലും ജോലി തരാണ്ടിരിക്കില്ല. എന്തായാലും ജോലി കിട്ടിയേ പറ്റൂ. എനിക്ക് വീട്ടിൽ സമാധാനം എന്നുള്ള സാധനമില്ല. ഇന്നലെ രാത്രി എന്തോ നടത്താൻ എനിക്കറിയുന്നു. നീ കൂടുതലൊന്നും പറയണ്ട, കാര്യങ്ങൾ എനിക്ക് മനസ്സിലാവും. എടി, പിന്നെ ഹസ്ബൻഡ് എങ്ങനെയുണ്ട്? സപ്പോർട്ടാണോ? സപ്പോർട്ടാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്നെ ഇതുവരെ കുറ്റപ്പെടുത്തിയൊന്നും സംസാരിച്ചിട്ടില്ല. പിന്നെ അവരെന്തെങ്കിലും പറയുമ്പം എതിർത്ത് പറയാറുമില്ല. പക്ഷെ ഹസ്ബൻഡ് അല്ല പ്രശ്നം, അമ്മയും അമ്മൂമ്മയോ. സമാധാനം എന്തെന്ന് പറഞ്ഞിട്ട് ദിവസങ്ങളായി. എന്തായാലും വിഷമിക്കേണ്ട, നമുക്ക് ടീച്ചറമ്മ ഒരു വഴി കാണിക്കാണ്ടിരിക്കില്ല. ടീച്ചറമ്മയോ? നിന്നെ പഠിപ്പിച്ച ആളാ? എടി, നീ ടീച്ചറമ്മേനെ കുറിച്ച് കേട്ടിട്ടില്ലേ? കേരളത്തിലെ പോപ്പുലർ ആയിട്ടുള്ള ലൈഫ് കോച്ചാ ടീച്ചറമ്മ. ഒരുപാട് വീഡിയോസ് ഒക്കെ ഉണ്ടല്ലോ. നീയേ യൂട്യൂബിൽ സുജാർ മോഹൻ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി, കുറെ വീഡിയോസ് നിനക്ക് കാണാൻ പറ്റും. നീ കണ്ടിട്ടില്ലേ? പിന്നെ ഫോണില്ല, ഡിസ്പ്ലേ പോയിരിക്കും, അപ്പോഴാ യൂട്യൂബ് കാണുന്നത്. എടി, എത്ര പേരുടെ ജീവിതമാണ് ഈ ടീച്ചറമ്മ കാരണം രക്ഷപ്പെട്ടിട്ടില്ലെന്ന് നിനക്കറിയോ? എങ്ങനെ? എടി, അവരുടെ ക്ലാസ്സുകളിലൂടെ ലക്ഷക്കണക്കിന് ആൾക്കാർ അവരുടെ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യണേ. പിന്നെ ക്ലാസ് അറ്റൻഡ് ചെയ്താൽ ജീവിതം രക്ഷപ്പെടുമല്ലോ. എന്നാൽ പിന്നെ ഒരു കാര്യം ചെയ്യും, നാളെ ഞാൻ ക്ലാസ് കൊടുത്തോണ്ടിരിക്കുക ഇവിടെ, എൻ്റെ ജീവിതം രക്ഷപ്പെടുമല്ലോ. ഞാനിപ്പോൾ എന്ത് പറഞ്ഞാലും നിന്റെ തലയിൽ കയറൂല. ആ മക്കളെ, പറ, പിന്നെന്തൊക്കെയാണ് വിശേഷങ്ങൾ? ടീച്ചറമ്മ, ഞാൻ ഇന്നലെ വിളിച്ചപ്പോൾ ഞങ്ങളുടെ ജോലിയുടെ കാര്യം പറഞ്ഞില്ലായിരുന്നു? ഓ, ജോലിയുടെ അല്ലേ? അതിന് ഒരു 1.5 മാസം എടുക്കും മക്കളെ. ഇതാരാ?
ഇതെന്റെ കൂട്ടുകാരിയാ. ഞാൻ ഇന്നലെ വിളിച്ചപ്പോൾ ഇവളുടെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓ, എന്താ പേര്? യമുന. യമുന എന്താ വിഷമിച്ചിരിക്കുന്നത്? പ്രശ്നമൊന്നുമില്ല. വീട്ടിലെന്തെങ്കിലും പ്രശ്നമുണ്ടോ? എന്തോടെ ഇത് ഇവിടുന്ന് പ്രശ്നം അറിയാൻ വേണ്ടിയിട്ടിരിക്കുന്നു. നീ ഒന്നും മിണ്ടണ്ട. ഇല്ല, അങ്ങനൊന്നുമില്ല. മക്കളെ, ഞാൻ ചോദിച്ചത് വേറൊന്നും കൊണ്ടല്ല, കണ്ടപ്പോൾ മൊത്തത്തിലൊരു നെഗറ്റീവ് ഫീല്, അതുകൊണ്ടാണ് ടീച്ചറമ്മ ചോദിച്ചേട്ടോ. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് മനസ്സ് തുറന്ന് സംസാരിച്ച് തീരാവുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ യമുന. എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയും. ജോലി ഇല്ലെങ്കിൽ നമുക്ക് പോവാം, വെറുതെ അവിടെ ഇരുന്ന് ചോദിക്കണ്ടാവുന്നു. മക്കളെ, നമുക്ക് ലൈഫിൽ പ്രശ്നങ്ങൾ വരുമ്പോൾ അതിനെ രണ്ട് രീതിയിൽ ഫേസ് ചെയ്യാം. ഒന്ന്, നമുക്ക് തളർന്ന് തകർന്നടിഞ്ഞ് ആകെ വിഷമിച്ചിരിക്കാം. അതല്ല, ഈ പ്രശ്നങ്ങളിൽ നിന്നൊക്കെ ഒരു ഫീനിക്സ് പക്ഷിയെ പോലെ നമ്മൾ പറന്നുയർന്നാലുണ്ടല്ലോ, നമുക്ക് ലൈഫിൽ നേടാൻ പറ്റുന്നതിന് പരിധികളില്ല മക്കളെ. എനിക്ക് ക്ലാസ് കേൾക്കാൻ സമയമില്ല. 1-2 ജോലിയുടെ കാര്യം കൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞങ്ങളൊന്ന് ഇറങ്ങട്ടെ. ടീച്ചറമ്മ വേറെ ഒന്നും കൊണ്ടല്ല, കുറച്ച് പ്രശ്നങ്ങളുള്ളതുകൊണ്ടാണ്. കുഴപ്പമില്ല മക്കളെ. ഓക്കെ, ഞാൻ എന്തായാലും വിളിക്കാം. ശരി ശരി, ആയിക്കോട്ടെ. ജോലി കിട്ടിയില്ലയോ? പിന്നെ എന്തോന്നാണ് അടി ഒരുക്കിട്ടുള്ളൂ ഞാൻ അങ്ങോട്ട് പോയത്? ജോലി കിട്ടത്തില്ലെന്നല്ല ചേട്ടാ, ഒരു 1.5 മാസം ഒന്ന് വെയിറ്റ് ചെയ്യണമെന്ന് ആ മാഡം പറഞ്ഞത്. അത് കഴിയുമ്പോൾ ശരിയാവും. അത് കഴിഞ്ഞ് ഞാൻ 1-2 അടുത്ത് പോയി നോക്കി, പക്ഷെ എങ്ങും ആളെ എടുക്കുന്നില്ല. 1.5 അല്ല, നീ 10 മാസം വെയിറ്റ് ചെയ്താലും നിനക്ക് കിട്ടാൻ പോകുന്നില്ല. ചേട്ടന്റെ പറച്ചിൽ കേട്ട് കഴിഞ്ഞാൽ ജോലി കിട്ടാത്തത് എന്റെ കുഴപ്പം കൊണ്ടാന്ന് തോന്നുന്നല്ലോ. ആണടി, നിന്റെ കുഴപ്പം കൊണ്ട് തന്നെ. എടി, നീ നേരത്തെ ഇന്ന കമ്പനി വരെ പൂട്ടിയില്ലോടി, പിന്നെ എന്തിനാടി പറയുന്നേ? അത് എന്റെ കുഴപ്പം കൊണ്ടല്ലല്ലോ. നീ നിക്കുന്നിടം മുടിയും, അത് ഉറപ്പാ. എന്റെ അമ്മ പറഞ്ഞ സത്യവാ. ഈ വീട് തന്നെ നീ വന്ന് വലതുകാലം വെച്ചതിന് ശേഷം മുടിഞ്ഞു തുടങ്ങിയത്. ഈ വീട് നശിച്ചെടുക്കുന്ന ഞാൻ കാരണമാണോ? എല്ലാരും പറയുന്ന ഞാൻ സഹിക്കും, പക്ഷെ നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് വിഷമം വരും കേട്ടോ. അവിടെ വിഷമം? നീ ഏതാണ്ട് ആനക്കാര്യമാണല്ലോ വീടിന് വേണ്ടി ചെയ്തു വെച്ചേക്കുന്നത്. ഞാൻ ഈ വീടിന് വേണ്ടി ഒന്നും ചെയ്തിട്ടില്ലേ? എനിക്ക് കിട്ടുന്ന 8,000 രൂപ ഉണ്ടായി വീട് കഴിഞ്ഞു പോകുന്നത്. മാസം അവസാനം ആവുമ്പോ ഞാൻ 2 അറ്റവും കൂട്ടിമുട്ടിക്കാൻ പറ്റുന്ന പാട് ചേട്ടൻ അറിയാമോ? ഞാൻ ആരെങ്കിലും അറിയിച്ചിട്ടുണ്ടോ? താണ്ടേ, ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. 2 ദിവസത്തിനുള്ളിൽ എവിടെങ്കിലും ജോലിക്ക് കയറിയേക്കണം, കേട്ടല്ലോ? ചേട്ടൻ എന്താ ജോലിക്ക് പോയാ? ചേട്ടനോട് വെറുതെ ഇരിക്കുമല്ലേ? എന്റെ അടുത്ത് തറുതല പറയുന്നോടി നീ? അത്രയ്ക്ക് സംസാരിക്കാറായോടി നീ? ഈ മേനം നിന്റെ നാവ് കേട്ടല്ലോ? ആ ശരി, എനിക്ക് ജോലി കിട്ടിയില്ലെന്ന് വെച്ചോ, ഞാൻ പിന്നെ എന്ത് ചെയ്യും? ഒന്ന് പറഞ്ഞേ. പോയി ചാവടി. നീയൊക്കെ ചത്താലേ ഈ വീട് ഗതി പിടിക്കത്തുള്ളു. ഇവിടെ വന്ന് കേറിയപ്പോ മുതൽ എനിക്ക് തുടങ്ങിയ കഷ്ടകാലം, എന്റെ അമ്മയ്ക്കും തുടങ്ങിയ കഷ്ടകാലവാ. നിന്റെ മോന്ത നേരം വെളുത്ത് കണ്ടാൽ തന്നെ അന്നത്തെ ദിവസം അങ്ങ് പോയി കിട്ടും. ഒഴിഞ്ഞു പോത്തുമില്ല, സമാധാനത്തെ ജീവിക്കാൻ സമ്മതിക്കത്തില്ല. നാശം എന്റെ തലേന്ന് ഒഴിഞ്ഞു തരാവോ നാശമേ? നിന്ന് മോങ്ങാതെ എനിക്ക് പോടി, എനിക്ക് കിടക്കണം. പോ. പഠിച്ച അതല്ല, ഈ പ്രശ്നങ്ങളിൽ നിന്നൊക്കെ ഒരു ഫീനിക്സ് പക്ഷിയെ പോലെ നമ്മൾ പറന്നുയർന്നാലുണ്ടല്ലോ, നമുക്ക് ലൈഫിൽ നേടാൻ പറ്റുന്നതിന് പരിധികളില്ല മക്കളെ. ഈ സമയത്ത് മോൾ ഒരു തവണയല്ലേ മക്കളെ ആത്മഹത്യക്ക് ശ്രമിച്ചത്? ടീച്ചറമ്മ 3 തവണ ലൈഫിൽ ആത്മഹത്യക്ക് ശ്രമിച്ചൊരു വ്യക്തിയാണ്, മോക്കറിയാവോ? അന്നൊക്കെ എനിക്ക് തോന്നിയത് ഈ ലോകം മുഴുവൻ എനിക്ക് എതിരായിട്ട് നിൽക്കുന്നതാണ്.
നമ്മൾ ഈ മരിക്കാൻ കാണിക്കുന്ന ധൈര്യത്തിന്റെ 1/3 ധൈര്യം വേണ്ട നമുക്ക് ജീവിക്കാനായിട്ട്. മോളൊന്ന് ആലോചിച്ച് നോക്കിയേ, അന്ന് ടീച്ചറമ്മ തളർന്നിരുന്നെങ്കിൽ എൻ്റെ അവസ്ഥ എന്താകുമായിരുന്നു? ഇന്ന് ഞാൻ ആ നെഗറ്റീവ് അവസ്ഥകളെയൊക്കെ തരണം ചെയ്ത് ഇത്രയും സക്സസ്ഫുൾ ആയില്ലേ? ഇന്ന് ഈ ലോകം മുഴുവൻ എൻ്റെ കൂടെ നിൽക്കുന്നതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഈ ലോകത്തിൽ ഒരാളെയെങ്കിലും രക്ഷപ്പെടുത്തണമെന്ന് ഞാൻ വിചാരിച്ച സമയങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇന്ന് ലക്ഷക്കണക്കിന് ആളുകളാണ് എൻ്റെ ക്ലാസ്സിലൂടെ രക്ഷപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ മോളൊന്ന് ആലോചിച്ച് നോക്കിയേ, മോക്കും അതുപോലെ ജീവിതത്തിൽ രക്ഷപ്പെടാൻ പറ്റും. ടീച്ചർ ഞാനിപ്പോൾ എന്താ ചെയ്യേണ്ടത്? മക്കൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം മോളുടെ ഉള്ളിലെ ഈ നെഗറ്റീവ് ചിന്തകളൊന്ന് മാറ്റി. നെഗറ്റീവ് ചിന്ത മാറ്റി പോസിറ്റീവിലേക്ക് എത്തുമ്പോൾ തന്നെ നമ്മുടെ ജീവിതം കൺമുന്നിൽ മാറുന്നത് നമ്മൾ അനുഭവിക്കും. അതുകൊണ്ട് ഈ ഒരു നെഗറ്റീവ് ചിന്ത മാറ്റി ഒന്ന് പോസിറ്റീവിലേക്ക് എത്താനായിട്ട് ശ്രമിക്കും. നമുക്ക് ജീവിതത്തിൽ വിജയിക്കണം എന്നുള്ളൊരു ബേണിംഗ് ഡിസയർ വേണം. ആ ഒരു ബേണിംഗ് ഡിസയർ നമ്മുടെ ഉള്ളിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ അൺസ്റ്റോപ്പബിൾ ആയിട്ട് മാറും. അതുകൊണ്ട് മോൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് വിജയിക്കണം, എനിക്ക് മുന്നോട്ട് പോകണം എന്ന് എപ്പോഴും ചിന്തിക്കുക. തീർച്ചയായിട്ടും മോൾക്ക് സക്സസ്ഫുൾ ആകാനായിട്ട് പറ്റും. ടീച്ചറമ്മ എന്നും മോളുടെ കൂടെ തന്നെയുണ്ട്. മോൾക്ക് ജീവിതത്തിൽ എന്തൊക്കെ നഷ്ടപ്പെട്ടോ അതൊക്കെ നമ്മൾ ഒരുമിച്ച് തിരിച്ച് നേടിയെടുക്കുക തന്നെ ചെയ്യും. എടി, ആ ജോലി കിട്ടിയില്ല എന്ന് പറഞ്ഞത് ഇങ്ങനെ വിഷമിക്കല്ലേ? എനിക്ക് ഒരു വിഷമവും ഇല്ലടി. ഈ ജോലി അല്ലെങ്കിൽ വേറൊരു ജോലി, എന്തായാലും ജോലി കിട്ടാതൊന്നും ഇരിക്കത്തില്ല. നാളെ ഇൻ്റർവ്യൂ ഉണ്ടല്ലോ, ആ ജോലി കിട്ടിയെന്ന് ഞാനങ്ങ് വിചാരിക്കുക. കൊള്ളാലോ മോളെ, ഭയങ്കര പോസിറ്റിവിറ്റി ആവും. ജീവിതത്തിൽ പോസിറ്റിവിറ്റി ഇല്ലാതെ ഒന്നും നടക്കത്തില്ലല്ലോ മോളെ. എനിക്ക് അപ്പിയറൻസിലൊന്ന് ശ്രദ്ധിക്കണം, അത്രേ ഉള്ളൂ. ശരി, എല്ലാം ശരിയാവടി. இது வந்து போலிஸ்டர் சாரி. குடம்மா ചേട്ടാ, എനിക്കൊരു സാരി വേണം. ഓക്കെ, താഴെ ചോദിച്ചോ. താങ്ക് യു സർ, താങ്ക് യു സോ മച്ച്. ശരി. ചേട്ടാ, ആ ബാഗിന് എത്ര രൂപയാ? സിക്കയുടെ 10,000 മേളിൽ. 10? ഇന്റർവ്യൂ കാർഡ്. ആർക്ക്? നിങ്ങൾക്ക്. നാളെ നിങ്ങളൊരു ഇന്റർവ്യൂവിന് പോകുന്നു, അത് അറ്റൻഡ് ചെയ്യുന്നു, നിങ്ങൾക്ക് ജോലി കിട്ടും, അത്ര തന്നെ. ഇതൊക്കെ ആരോട് ചോദിച്ചിട്ട്? ആരോടും ചോദിക്കേണ്ട കാര്യമില്ല, ഞാൻ തീരുമാനിക്കും. എൻ്റെ ഒരാളുടെ ശമ്പളം കൊണ്ട് ഈ കുടുംബം ഇനി മുന്നോട്ട് പോകത്തില്ല. 2 പേർക്കും ജോലി വേണം. ഇങ്ങനെ മടിയനായിട്ട് കുത്തിയിരിക്കാൻ പറ്റൂല. ഞാനെങ്ങും പോകത്തില്ല. പോയില്ലെങ്കിൽ നമുക്ക് പിരിയാം. നിങ്ങൾ പോവുകയും ചെയ്യും, നിങ്ങൾക്ക് ജോലി കിട്ടുകയും ചെയ്യും. ഇതേ എൻ്റെ തീരുമാനമാണ്. വീട് മാറാനോ? ഇത്രയും വലിയൊരു വീട് കിടക്കുമ്പോ നിങ്ങൾ എങ്ങോട്ട് താമസം മാറാനാ? അമ്മേ, എന്തുമായാലും മാറിയേ പറ്റത്തുള്ളൂ. എനിക്ക് നല്ലൊരു ജോലിയുണ്ട്, ചേട്ടനും അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ജോലി ഇപ്പൊ കിട്ടി. അതുകൊണ്ട് നമുക്ക് താമസം മാറാം, അതാ ഏറ്റവും നല്ലത്. നീ ഇനി എന്തോ പറഞ്ഞാലും ഞങ്ങൾ ഈ വീട് വിട്ട് വരുത്തില്ല. അമ്മ വരുവോ വരാതിരിക്കുവോ അമ്മയുടെ ഇഷ്ടം. വന്നാലും കുഴപ്പമില്ല, വന്നില്ലേലും കുഴപ്പമില്ല. എന്തുമായാലും ഞങ്ങൾക്ക് മാറിയേ പറ്റത്തുള്ളൂ. ഈ വീട്ടിലെ എന്നെ ഒരുപാട് കണ്ണീര് വീണിട്ടുണ്ട്. ഇവിടെ നിന്ന് രക്ഷപ്പെടാൻ പറ്റത്തില്ല, ഭയങ്കര നെഗറ്റിവിറ്റിയാണ്. ഞങ്ങൾ മാറുമോ അമ്മേ? ഇവളാണോ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത്? എടി, വീടൊക്കെ നന്നായിട്ടുണ്ടല്ലോ. എന്തായാലും നീ എടുത്ത തീരുമാനം നന്നായി. പുതിയ വീട്, ജോലി, പ്രമോഷൻ, നീ ഹാപ്പി ആയില്ലേ? ഹാപ്പിയാ.
പക്ഷെ കുറച്ച് കാര്യങ്ങളൂടൊക്കെ ഉണ്ടടി, നീൻ്റെ കൂടെ നിൽക്കണം. ഞാനെന്നും കൂടെ ഉണ്ടാവും. മോക്കിപ്പോ എന്താ ഫീൽ ചെയ്യുന്നേ? ഒന്ന് ആലോചിച്ച് നോക്കിയേ. ജീവിതം അവസാനിപ്പിക്കാൻ വേണ്ടി പോയ ആളാ അല്ലേ, ഇപ്പൊ എവിടെ എത്തി നിൽക്കുന്നു? സത്യ ടീച്ചറെ, ഒരുപാട് സന്തോഷമുണ്ട്. ആ സമയത്ത് ടീച്ചറിനെ കാണാനും എനിക്ക് ടീച്ചറിൻ്റെ അഡ്വൈസ് കിട്ടാനും ഒക്കെ എൻ്റെ ജീവിതം മാറി മറിഞ്ഞത് ടീച്ചർ കാരണമാണ്. ഒരുപാട് നന്ദിയുണ്ട് ടീച്ചറെ. ഒരുപാട് പേരെന്നോട് ചോദിക്കുന്നുണ്ട്, ഈ ചെറിയ കാലം കൊണ്ട് ഞാൻ എങ്ങനെ ഇത്ര പെട്ടെന്ന് മാറിയത്. ഇന്ന് ഒരു സമയത്ത് ഡിപ്രഷനിലോട്ട് വരെ പോകുന്ന ഒരു അവസ്ഥയിൽ വന്നു. എൻ്റെ മാറ്റം കണ്ടിട്ട് അവരെന്നോട് അഡ്വൈസ് ചോദിക്കുക. ഞാൻ എന്താ ടീച്ചറെ പറയേണ്ടത്? മോൾ എങ്ങനെയാ മാറിയതെന്ന് ആലോചിച്ച് നോക്കേ. മോള് സിൽവർ ക്ലാസ് അറ്റൻഡ് ചെയ്തു, അതിൽ ടീച്ചർമ്മ പറഞ്ഞിരുന്ന കാര്യങ്ങളെല്ലാം കറക്റ്റായിട്ട് പ്രാക്ടീസ് ചെയ്തു അല്ലേ. അതുപോലെ തന്നെ കൃത്യമായിട്ട് ആക്ഷൻ എടുത്തത് കൊണ്ടാണ് മോക്ക് സക്സസ് കിട്ടിയത്. അപ്പൊ അവരോടും അത് തന്നെ പറഞ്ഞോളൂ. ഞാൻ പറയാം ടീച്ചറെ. ഓക്കെ, ഇനി അടുത്തത് എന്താ മോളുടെ പ്ലാൻ? ടീച്ചറെ, എനിക്കൊരു സ്വപ്നം ഉണ്ടായിരുന്നു. ആ സ്വപ്നത്തിന് പുറകിലുള്ളൊരു യാത്രയിലായിരുന്നു ഞാൻ. ഇന്ന് ആ സ്വപ്നം സഫലമാകാൻ പോവാ. അതിന് ടീച്ചറമ്മയുടെ അനുഗ്രഹം വാങ്ങിക്കാൻ വേണ്ടി വന്നതാ. ടീച്ചറമ്മയുടെ അനുഗ്രഹം എന്നും എൻ്റെ കൂടെ ഉണ്ടാവണം. ടീച്ചറമ്മയുടെ അനുഗ്രഹം എപ്പോഴും മോളുടെ കൂടെ ഉണ്ട്. മോള് ധൈര്യമായിട്ട് മുന്നോട്ട് പോകും. ഞാൻ ഇന്ന് എന്തെങ്കിലും ആയിട്ടുണ്ടെങ്കിൽ അതെൻ്റെ ടീച്ചറമ്മ കാരണോ. മോക്ക് എന്ത് ആവശ്യം ഉണ്ടെങ്കിലും ടീച്ചറമ്മയെ വിളിച്ചാൽ മതി. ടീച്ചറമ്മ എപ്പോഴും കൂടെ തന്നെ ഉണ്ട്. അമ്മേ, അമ്മ എന്താ ഇവിടെ? ഒന്നുമില്ല മോളെ. എന്താ അമ്മ ഇവിടെ? പറ. അല്ല, നാട്ടുകാരെല്ലാം പറഞ്ഞ് ടീച്ചർമ്മ കാരണമാ മോള് രക്ഷപ്പെട്ടേന്ന്. അപ്പൊ എനിക്കൂടെ ഒന്ന് രക്ഷപ്പെടാൻ. അതിന് ഞാനും ആവട്ടെ മോളെ ഒരു കോടീശ്വരി. എൻ്റെ പൊന്നമ്മേ, ഞാൻ രക്ഷപ്പെട്ടു കഴിഞ്ഞാൽ എൻ്റെ കൂടെ രക്ഷപ്പെടുന്ന ആരാ? എൻ്റെ കുടുംബം. ഞാൻ എൻ്റെ കുടുംബത്തിനൊപ്പമല്ലേ എപ്പോഴും നിൽക്കത്തുള്ളൂ. ഞാൻ രക്ഷപ്പെട്ട എൻ്റെ അമ്മ രക്ഷപ്പെട്ടതുപോലെ. മോളെ, ഇത് മോള് മേടിച്ച പുതിയ വണ്ടിയാന്നോ? ഹലോ. അമ്മേ, അമ്മ ഇന്ന് വണ്ടി കയറാം. മോളെ, നമ്മൾ എന്തിനാ ഇവിടെ വന്നേ? അതൊക്കെ ഞാൻ പറയാം അമ്മേ. അല്ല, എനിക്ക് സാരി ഒന്നും വേണ്ട. എടി എന്താ ലേറ്റ്? അല്ല മാഡം എന്താ ലേറ്റ്? നീ എന്നെ മാഡമൊന്നും വിളിക്കണ്ട. ഞാൻ എന്നും നിന്റെ പഴയ കൂട്ടുകാർ തന്നെ ആയിരിക്കും. ഒന്നുമല്ലെങ്കിൽ ഞാൻ രക്ഷപ്പെടാൻ നിമിത്തത് നീയല്ലേ. എടി അവിടെ എല്ലാവരും കാത്തിരിക്കുക, നീ പെട്ടെന്ന് വന്നേക്കണേ. മോളെ, നമ്മൾ എന്തിനാ മോളെ ഇവിടെ വന്നേ? അമ്മയ്ക്ക് ഈ കട ഏതാന്ന് ഓർമ്മയുണ്ടോ? ഇല്ല. ഇതാ അമ്മ ഞാൻ വർക്ക് ചെയ്തോണ്ടിരുന്ന കട. ഈ കട ഇപ്പൊ ഞാൻ വാങ്ങിച്ചു. ഇനി ഇത് നമ്മുടെ കടയാ. അമ്മ സാരിയൊക്കെ നോക്ക്, ഞാനിപ്പോ വരാം. കൊള്ളാം. സാരിയുടെ സെഷൻ ഇവിടെ അറേഞ്ച് ചെയ്തല്ലേ? അതെ അതെ. വെഡിങ് സെറ്റ്സ് ഒക്കെ അത് നമുക്ക് സെക്കൻഡ് ഫ്ലോറിലേക്ക് അറേഞ്ച് ചെയ്താൽ പോരെ? സാറേ, നമ്മുടെ പരിപാടി ഇപ്പൊ കഴിഞ്ഞതേ ഉള്ളൂ. കുഴപ്പമില്ല, ഇറങ്ങിയാൽ മതി. അതാ ഇപ്പൊ കഴിഞ്ഞതേ ഉള്ളൂ കാണണം. ഓ ശരി, ആയിക്കോട്ടെ. ആ മോനെ, ഇത് എന്തോരം വലിയ കടയാ മക്കളെ. ഒറ്റയ്ക്ക് ഇത് എങ്ങനെ സാധിച്ചടാ? എല്ലാം അവളുടെ മനസ്സിന്റെ അമ്മേ. അവക്കൊരു നല്ല കാലം വന്നപ്പോൾ അവൾ നമ്മളെ ചേർത്ത് പിടിച്ചില്ലയോ അമ്മേ.